നമുക്കതൊന്ന് പ്ലേ ചെയ്തിട്ടാണ്. വളരെയധികം സന്തോഷം. ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അഭിനയിച്ച അതായത് വിനീതിനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പിന്നീട് നോക്കുമ്പോൾ വിനീത് ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണ്. വളരെയധികം സന്തോഷം. തിയേറ്ററുകൾ വലിയ സമരത്തിലൊന്നുമല്ല, അതുകൊണ്ടിട്ട് 1-ാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അത്രയും നേരം അതിൻ്റെ ഒരു വലിയ മീറ്റിംഗ് പോയിക്കൊണ്ടിട്ടേ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സിനിമ നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് 2024 4 പടങ്ങൾ വലിയ ഹിറ്റായിട്ട് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിനും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സാറിനും എല്ലാം ഒരു വിജയ ആശംസ നേരുകയാണ്. താങ്ക് യു. പല സിനിമകളും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം 200ഓളം മുകളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയെണ്ണം വിജയിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വിജയിച്ചതിനെയും കാട്ടി 10 മടങ്ങ് പരാജയ ചിത്രങ്ങളാണ്, നഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടോവിനോയുടെ അന്വേഷിക്കും കണ്ടെത്തുന്നു മുതൽ 4 ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് വളരെ ഒരു വിജയത്തിലേക്ക് ആ ചിത്രങ്ങൾ പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ്. കാരണം വെച്ചാൽ ഈ വന്ന 4 ചിത്രങ്ങളുടെ പല വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കാം, അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചിത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലും അതുമായിട്ട് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റോ അങ്ങനെയുള്ള ഒരു കണ്ടന്റോ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിൽ ഒരിക്കലും ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല. ഒരു ഫാമിലി ചിത്രമാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കുറച്ച് സമയം നമ്മുടെ മനസ്സിലെ എവിടേക്കോ നമുക്ക് ഒന്ന് സ്പർശിക്കുന്ന ഒരു ചിത്രമായിരിക്കും. അത് ആ ഒരു പ്രതീക്ഷയിലാണ് മാർച്ച് 1-ന് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അനുവാദം തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർച്ച് 1-ന് ചിത്രം തിയേറ്ററിലേക്ക്